ഈ സ്ഥലം കണ്ടെത്തുന്നതിന് ഇടയാക്കിയ ഒരു ഭാഗവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ. ഇവിടെയുള്ള ഒരാള് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇങ്ങനൊരു സ്ഥലം ഇവിടെ കിടക്കുകയാണ്, കാട് പിടിച്ച് കെട്ടിക്കിടക്കുകയാണ്. കണ്ട മറ്റു മൃഗങ്ങളുമൊക്കെ ഇവിടെ വന്ന് ചേരുന്നു, നാട്ടുകാർക്കൊരു ശല്യമായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു. ഇത് എന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ആ കത്തിലൂടെ ചോദിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ വന്നുകൂടെ എന്നതിനെ പറ്റിയുള്ള ആലോചനക്ക് തുടക്കം കുറിക്കുന്നത്. ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കെ രാഗേഷ് അതുമായി ബന്ധപ്പെട്ട് നല്ല തുടർ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ശ്രീമതി സന്ധ്യയായിരുന്നു. അവരും ഈ അക്കാദമിക് രംഗത്ത് ഇത്തരമൊരു സ്ഥാപനം വരുന്നതിൽ നല്ല താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. ഏതായാലും അതിന് തുടക്കം കുറിച്ചതൊരു കത്താണ്. ആ കത്ത് എൻ്റെ ഓർമ്മയൊരു സ്ത്രീ അയച്ചു എന്നാണ്. ഏതായാലും ആ കത്താണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളാണ് അയച്ചത്? ശരി, അതാണ്. അപ്പോൾ എങ്ങനെയാണ് നാടിൻ്റെ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് എന്നതാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. ചിലപ്പോൾ ഇരിക്കട്ടെ ഒരു കത്ത് എന്ന മട്ടിൽ ചിലർ അയക്കുകയാണ് കത്ത്. എന്നാലും അതെല്ലാം നാടിൻ്റെ പ്രശ്നമായി ഗൗരവമായി ആലോചിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ അത് പ്രയോഗത്തിൽ വരാനിടയായത്. സുജാത, ഞാൻ കുറുവ കുറുവ UP സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത അധ്യാപികയാണ്, PC സുജാത ടീച്ചർ. അപ്പോൾ കത്തയക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒരു വരമ്പ്, തൊട്ടപ്പുറം എൻ്റെ വീടാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ താമസിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചക്കറിയൊക്കെ നട്ട് അതിന് നല്ലൊരു കൃഷിസ്ഥലവും പിന്നെ പശുക്കളിയൊക്കെ മേയ്ക്കുന്ന അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് പോലീസ് വന്നിട്ട് പറയുന്നത് ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, ഇത് പോലീസിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. പിന്നെ ആരും ഉപയോഗിക്കാതിരുന്ന് പിന്നെ ഇത് കാട് മൂടി കിടക്കാൻ തുടങ്ങി. കാട് എന്ന് പറഞ്ഞാൽ വൻ കാട് തന്നെ. അപ്പോൾ കാട് മൂടി കിടക്കുന്നതിൻ്റെ ഒന്നിച്ച് തന്നെ ഇവർ ഈ പഴയ വണ്ടികൾ, ആദ്യം പോഴി വണ്ടിയാണ്, പിടിച്ച് പോഴി വണ്ടി ഇഷ്ടം പോലെ കൊണ്ടുവന്നു. പിന്നെ മയില് അങ്ങനെ ഓരോ സ്റ്റേഷനിലുള്ള വാഹനങ്ങൾ എത്രയോ പഴയ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടിടാൻ തുടങ്ങി. അപ്പോൾ ആ വാഹനങ്ങളെല്ലാം ഇട്ടിട്ട് അവസാനം നമ്മുടെ മുറ്റത്തിൻ്റെ ഇങ്ങനെ കയറ്റി വെക്കുന്ന ആ രീതിയിലായി. ഇപ്പോൾ നമുക്കൊരു സംരക്ഷണവും ഇല്ലാത്ത രീതിയായി. ഇത് കാടും പഴയ വാഹനങ്ങളും എല്ലാം കൂടി. ഇപ്പോൾ മക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മൾ പിന്നെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ അവര് ജസ്റ്റ് ഒന്ന് വയക്കാന്നെല്ലാം പറഞ്ഞു. പിന്നെ എന്നിട്ടൊന്നും രക്ഷയില്ല. അവസാനം നമ്മളെ ഒരു ദിവസം ഞാൻ ലീവ് എടുത്ത് എനിക്കൊന്ന് 17-നാന്ന് തോന്നുന്നു, കൃത്യത ഓർമ്മയില്ല, കണ്ണൂർ SP ഓഫീസിൽ പോയി. അപ്പോൾ സാറവിടെ പിന്നെ മീറ്റിങ്ങിലാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യെങ്കിലും ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഏകദേശം നമ്മൾ രാവിലെ 10:30 എത്തി. പിന്നെ 2 മണിയെല്ലാം അതിന് സാറിനെ കാണുമ്പോൾ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. പിന്നെ ഭയങ്കര സ്വീകരണം നമുക്ക് അവിടെ കിട്ടിയത്. ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. സാറ് യതീഷ് ചന്ദ്ര അങ്ങനെ തോന്നി, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് ആ സാറിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു എന്താ പ്രശ്നം എന്നെല്ലാം പറഞ്ഞു. നമ്മൾ എഴുതി കൊണ്ടുപോവുകയും ചെയ്തിന്. അപ്പോൾ അങ്ങനെ എഴുതി കൊണ്ടുപോലും ചെയ്ത് അതും വാങ്ങിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് എന്തായാലും ഒരു സംരക്ഷണം തരും, നിങ്ങൾ നൈബറല്ലേ, അങ്ങനെ അതേ വേർഡാണ് ഉപയോഗിച്ചിന്.
നിങ്ങൾ നെയ്ബറല്ലേ, നിങ്ങൾക്ക് എന്തായാലും ഒരു സംരക്ഷണം തരും, ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വന്നു. രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ അവർ വയക്കണ്ട മിഷനും കൊണ്ടുള്ള ആൾക്കാരെയാക്കി. ആദ്യം കുറേ പോലീസുകാർ വന്നു, അവരെല്ലാം നോക്കി നല്ല വൃത്തിയായിട്ടതെല്ലാം കാടെല്ലാം വയക്കി തന്നു. പിന്നെ പിന്നെ ഇതാദ്യം ഇതേ പടി തന്നെ. പിന്നെ മുഖ്യമന്ത്രിന്റെ ഭാഷയിൽ പറഞ്ഞ അതേ ഇതാണ് ഞാൻ പതാന്ന് ഉപയോഗിച്ചത്. അപ്പോൾ കൃത്യം കത്ത് വായിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇഴജന്തുക്കളും മൃഗങ്ങളും എല്ലാം കൊണ്ട് നമുക്കിവിടെ രക്ഷയില്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ആ കത്ത് എഴുതിയിട്ടും അപ്പോൾ പോലീസുകാരെല്ലാം വരും നോക്കുമെല്ലാം ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമായി. പിന്നെ ഇങ്ങനെ പിന്നെ പക്ഷേങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യലുണ്ട് അവർ വന്ന് ക്ലീൻ ചെയ്യും. പിന്നെയാണ് ഞാനും പ്രാവശ്യം മുണ്ടേരി സ്കൂളിൽ പോയിന്. ഞാൻ ഒരു ടീച്ചറാണെന്നുള്ളതിൽ ആരും ഓരോ പരിപാടിക്ക് അങ്ങനെ പോക്കുണ്ട്. അപ്പോൾ മുണ്ടേരി സ്കൂളിൽ പോയടുത്ത് ആ സ്കൂളിന്റെ നിലവാരം കണ്ടതിൽ എനിക്ക് തോന്നി അന്ന് സെക്രട്ടറി പിന്നെ ശ്രീ രാജേഷ് സാറ്. പിന്നെ അപ്പൊ ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് എന്റെ മിസ്റ്ററോട് പറഞ്ഞു, നമുക്കൊരു കത്തെഴുതി നോക്കിയാലോ, ഒന്ന് വിളിച്ചാലോ, ശരിക്കും നല്ലൊരു വികസന പ്രിയനെ പോലെയല്ലേ കാണുന്നത്, അപ്പൊ ഇതൊന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധയപ്പെടുത്താൻ വിളിക്കാ പറഞ്ഞു. അവർ പറഞ്ഞു നീ വിളിച്ചോ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് നമ്പറൊന്നുമില്ല. അടുത്തുനിന്ന് ചന്ദ്രമാഷോട് ചോദിച്ചിട്ട് നമ്പർ വാങ്ങിച്ചു. ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒന്നും എടുത്തിട്ടില്ല. അവസാനം ഇനി ഞാൻ ഒരിക്കലും കൂടി എനിക്ക് ഭയങ്കര നിരാശ, എടുക്കാത്തതുകൊണ്ട് റിങ് ചെയ്യും എടുക്കൂല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും കൂടി വിളിക്കാം, എന്നിട്ട് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. കറക്റ്റ് രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. അപ്പൊ സംഭവം എന്തെല്ലാം ചോദിച്ചു. ഞാനെല്ലാം വളരെ കൃത്യമായിട്ട് ഇതേപോലെ കുറേ സമയം തന്നെ സംസാരിച്ചേന്. അപ്പാട് സാറ് പറഞ്ഞു, പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യും, നല്ല ഒരു ഫോട്ടോ, അതിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും എല്ലാം ആയിട്ട് ആ പറമ്പ് ഏകദേശം ഇത് 5 ഏക്കറോളം സ്ഥലമുണ്ട്, അതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു. എല്ലാം ഒന്ന് അയച്ചതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫോട്ടോ എടുത്താൽ എന്തായാലും അത്ര ക്ലിയർ ആവില്ല. അപ്പുറത്തുനിന്ന് എൻ്റെ ഒരു മോനുണ്ട്, മോനെ വിളിച്ച് നല്ല ഫോട്ടോഗ്രാഫി എല്ലാം എടുത്തു, എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പൊ അന്നാമത്തെ ദിവസം നീ നോക്കിയിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, നോക്കിയിട്ട് കാണുന്നില്ല. വീണ്ടും ഞാൻ വിളിച്ച് അപ്പോൾ നോക്കും പറഞ്ഞ് പിന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ പത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം വരുന്നു. പിന്നെ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സംഭവങ്ങളെല്ലാം വന്നു. സന്ധ്യാമേടയിൽ ഏറ്റെടുത്തിന് എന്തായാലും നടക്കുന്നും പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും ഈ കാട്ടിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും നമ്മളെ പറമ്പത്തിൽ വീട്ടിലാണ് വരിക. അപ്പോൾ സംഭവം എല്ലാം ചോദിച്ച് ഇങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തതല്ലേ, എന്തായാലും ശരിയാവുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എനക്കും അത് എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും വളരെ എന്ന് വെച്ചാല് എനക്കെല്ലാം നമ്മളെ പ്രദേശം ഇത്രയായില്ല, പക്ഷെ എങ്കിലും നമ്മളെ നാട്ടിന് ഈ സ്ഥലം കാട് പിടിച്ചിടുന്നതിന് പകരം ഏറ്റവും സംഗതി വരുന്നതിൽ ഒരുപാട് മുഖ്യമന്ത്രിയോട് കണ്ടു. മുഖ്യമന്ത്രി ശരിക്കും സത്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കത്തിലെത്തിയ വാചകങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നുമില്ല, വളരെ കൂളായിട്ട് വന്ന് ഇരുന്ന് പോകുന്നതെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രിയും വളരെ കുസ്മയരം അതന്നെ അദ്ദേഹം എന്നെ നോക്കി. ഓക്കെ. പെട്ടെന്ന്